ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിർവചിക്കാനാകാത്ത, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയ്ക്ക് മാത്രം സന്തോഷിക്കാൻ എന്താണെന്ന്. പക്ഷേ ഇതെൻ്റെ ലൈഫിലെ ഒരു ആദ്യത്തെ അനുഭവമാണ്. എൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടൊന്നും ഉള്ളതല്ല. എൻ്റെ ഫാദറിന് കോറി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു. അമ്മയുടേതായ ഒരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും ഞാൻ അതിനകത്തൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിൽ പോകുന്നു പഠിക്കാൻ, പിന്നെ നമ്മൾ നഴ്സിങ്ങിനൊക്കെ ആയിട്ട് പോയി, അത് കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. അപ്പം ഞാൻ ജോലി ചെയ്തിരുന്ന രാജ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗൾഫ് കൺട്രീസിലായിരുന്നു കേട്ടോ. ആദ്യം അബുദാബിയിലായിരുന്നേ. അവിടെ നിങ്ങൾക്കറിയാം, നമുക്ക് അത്ര പോസിബിൾ അല്ല കൃഷി ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും അവരുടെ എഫേർട്ടിനെ ശരിക്കും ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിന് തക്കതായിട്ടുള്ള ഒരു എഫേർട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ കുറച്ച് ഇൻഡോർ ആയിട്ടുള്ള ചെടികളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നു, നമ്മുടെ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ന്യൂസിലാൻഡിലെത്തി. ന്യൂസിലാൻഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, അവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല തണവാണ്. അപ്പോൾ അവിടുത്തെ വെജീസൊക്കെ വളരെ റെയറായിട്ടാണ് അവിടെ ഉണ്ടാകുന്നത്. സീസണലി മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റിയുള്ള അതിനുള്ളൊരു ലാൻഡോ അതിനുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നാൾ ന്യൂസിലാൻഡിലില്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിലെത്തപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലോട്ടാണ് ആദ്യം വന്നത്. അപ്പം ഞങ്ങൾ ഈ വീട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്കും മക്കൾക്കും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കൃഷിയെല്ലാം. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, കുറേ സ്ഥലമുണ്ട് നമ്മുടെ വീടിന് ചുറ്റും, എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്ന്. അപ്പം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്കിനി പറമ്പിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരിതുപോലെ കെട്ടി വെച്ചിരിക്കുന്ന ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്, അവിടെ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സമ്മർ തുടങ്ങിയപ്പോഴേ എല്ലാവരും, എൻ്റെ ജോലി സ്ഥലത്തൊക്കെയാണ് എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനും അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അവരോടൊക്കെ ചോദിച്ച് ഞാനും പിള്ളേരും പിന്നെ അതിൻ്റെ പണികളൊക്കെ തുടങ്ങി. ഈ ഒരു സ്ഥലത്ത് മൊത്തം ഇങ്ങനെ മരത്തിൻ്റെ കഷ്ണങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങളത് ആദ്യം എല്ലാം പറിച്ചു മാറ്റി, പിന്നെ മണ്ണ് കമ്പോസ്റ്റ് എല്ലാം ഇട്ട്, പിന്നെ ഞങ്ങൾ കുറേ വിത്തുകളെല്ലാം ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളുടെ കസിൻ, അവർക്ക് ഫാമാണ്. എൻ്റെ മക്കൾ സ്കൂളിലോട്ട് പോവുക കേട്ടോ. അവർക്ക് 8 ബസ് വരും, പക്ഷേ ഇന്ന് അവർ ബസ് മിസ്സായി. അപ്പം അതുകൊണ്ട് ഹസ്ബൻഡ് അവരെ കൊണ്ടുവിടുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടോപ്പിക്ക് മാറിപ്പോയി, സോറി. അപ്പം ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന്, അവർക്ക് ഫാമാണ്, കുറേ വിത്തുകളൊക്കെ എനിക്ക് ചേച്ചിയും ചേട്ടനും തന്നു. അത് കൊണ്ടുവന്ന് പിന്നെ ഞാൻ എൻ്റെ പേരൻസിനെ എല്ലാം വിളിച്ച് ചോദിച്ച് അത് മുളപ്പിച്ച് നട്ടു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ടൊന്നും അല്ല നട്ടിരിക്കുന്നത്. വെണ്ടയൊക്കെ നട്ടിരിക്കുന്നത് ഭയങ്കര അടുത്തടുത്താണ്. അതിനകത്ത് ഓൾറെഡി കായൊക്കെ ഉണ്ട്. ഇപ്പം എന്നോട് കുറച്ച് പേര് പറഞ്ഞാൽ കായൊക്കെ നുള്ളി കളയണം, എങ്കിലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെണ്ട ആയിട്ട് അത് ഇങ്ങനെ ചെടിയായിട്ട് പുറത്തേക്ക് വരത്തുള്ളത്. പിന്നെ വഴുതനയിലൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പയറിൽ കുറേ പൂവും കായൊക്കെ ആയി തുടങ്ങി. മുളക് നന്നായിട്ടായിട്ടുണ്ട്. മുളകും ബീൻസും നമുക്കിപ്പോൾ പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമുക്കിത് പറിച്ചെടുക്കണം. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക, ഒരു കൃഷി ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പറിച്ച് കഴിക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പം പിന്നെ ബീറ്റ്റൂട്ടുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ ഈ നമ്മൾ പാവലിൻ്റെ ഒരു ചെറിയ തൈ, 1-2 തൈയൊക്കെ മുളച്ച് വരുന്നുണ്ട്. അതൊക്കെ പിടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് അതിനങ്ങ് പോവുക കേട്ടോ. പിന്നെ കുറേ മുളകും തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മുളക് നമ്മളിങ്ങനെ അതിൻ്റെ വിത്തെല്ലാം പാകി അത് മുളപ്പിച്ചിട്ടുണ്ട്. അത് പറിച്ച് വെച്ചിട്ടില്ല, അത് ഓൾറെഡി പറിച്ച് വെക്കാറായി. ചട്ടിയിൽ നിന്ന് തന്നെ അതിനകത്ത് കായൊക്കെ ആയി തുടങ്ങി. ഇത് നമ്മൾ ടൊമാറ്റോ നട്ടതാണ്, അത് പുഴുവായിപ്പോയി. പക്ഷേ വേറെ നമുക്ക് കുറേ ടൊമാറ്റോയുടെ തൈ നട്ടിട്ടുണ്ട്, അതിനകത്തെല്ലാം കായൊക്കെ ആയി തുടങ്ങി. ഇത് പിന്നെ നമ്മുടെ പറമ്പാകട്ടെ, ഞാൻ പറഞ്ഞ കുറേ സ്ഥലമുണ്ട് നമുക്ക്. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡലിയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇതൊരു കളയാണിവിടെ. ഇത് ഒരു വേസ്റ്റായിട്ട് എല്ലാവരും ഭയങ്കര ആളുകൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നുവെന്ന് അവർ കരുതുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ ഇതിൻ്റെ അതിരിൽ നമുക്കൊരു മാവുണ്ട്. ആ മാവിൽ നന്നായിട്ട് മാങ്ങയുണ്ട്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ മാങ്ങയും ചക്കയും ഒക്കെ. ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡാണ്. ഞങ്ങൾക്ക് ഒരു മാവിനകത്ത് മാങ്ങയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ കിളിച്ചുണ്ടൻ മാങ്ങയാണെന്ന്. ഇത് ഇപ്പോൾ തന്നെ വലുതാണ്, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ പറിച്ച് മുറിച്ച് നോക്കിയപ്പം അതിൻ്റെ മാങ്ങേണ്ടി ഉറച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒത്തിരി വലുതാവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസുണ്ട്. അപ്പോൾ അതിനിയും വലുതാവുമെന്ന് തോന്നുന്നു. ഞാൻ പിള്ളേരെ ഒന്നും അധികം അങ്ങോട്ട് വിടാതെ അവരെയൊക്കെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇത് ഞങ്ങളൊരു കോവൽ നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ കോവൽ നട്ടിട്ട് ഞാൻ ഈ ചെടിയുടെ പുറത്തേക്കാണ് പടർത്തി വിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വേലിയാണ് കേട്ടോ, അതിർത്തിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറിംഗ് ആയോ എന്നൊന്നും എനിക്ക്